ഹായ്, വെൽക്കം ബാക്ക്. മലയാളി പെണ്ണിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ ഷേക്കാണ്. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ അവിൽ കപ്പ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അവിൽ ഷേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് അവിലാണ്. അവിൽ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പാലി കിടക്കും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ അത് നന്നായിട്ട് കുഴഞ്ഞു പോകും. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴമാണ്. അപ്പോൾ പഴം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ തണുത്ത പാല്. ഇത്രയാണ് നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ടേബിൾ സ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അവിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തണുക്കാനായി വെക്കാം. ഇനി നമുക്ക് അവിൽ ഷേക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴവും പഞ്ചസാരയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അവിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിൽ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളും സ്വാദിഷ്ടമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.